നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബിസിനസ്സുകാരുടെ മെന്ററും യൂണിവേഴ്സൽ പവർ ട്രെയിനറുമായ ബെന്നി സാറാണ്. സർ, ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇപ്പൊ കൂടുതൽ കേൾക്കുന്നുണ്ട് ഈ സെൽഫ് ലവ്. എന്താ ശരിക്കും ആ സംഭവം എന്താണ്? സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു മനുഷ്യൻ അവനവനെ സ്നേഹിക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മളെ മാത്രം സ്നേഹിക്കണത് മിസ്റ്റേക്കാണ്, മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കണത് മിസ്റ്റേക്ക്. ഇപ്പോൾ കുറച്ച് നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സ്നേഹിക്കുക. ക്ലാരിറ്റി തരാം. ഇപ്പം എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. എൻ്റെ ആദ്യ കാലഘട്ട ലൈഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിശദമായിട്ട് എൻ്റെ ആദ്യ കാലഘട്ടം തൊട്ടുള്ള ലൈഫിനെ കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തിയെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് കണ്ടാൽ വിശദമായിട്ട് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കണക്ട് ചെയ്യാനായിട്ട്, ആദ്യ കാലഘട്ടത്തിൽ ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഔട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ്. എന്നെ മാത്രം സ്നേഹിക്കണത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം എൻ്റേതായ ഇഷ്ടം, വേറെ ആൾക്കാർ എന്തായാലും എനിക്ക് പ്രശ്നമില്ല, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഇത്. അതായത് അപ്പം ഞാൻ തൻ്റെടിയായി, അഹങ്കാരിയായി, പണത്തിനോട് ആസക്തിയുള്ള ആളായി മാറി, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന ആളായി മാറി, എല്ലാവരുടെയും മുന്നിൽ അഹങ്കാരിയായി മാറി. അപ്പൊ അന്നേരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മാത്രം സ്നേഹിക്കണം. അതായത് സെൽഫ് ലവിന് അങ്ങനെ ഒരു വേഷം ഉണ്ട്, അത് പാടില്ല. നമ്മളെ ആദ്യം സ്നേഹിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം. അപ്പൊ ഇവിടെ ഞാൻ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ആൾക്കാരെ ആരെയും അംഗീകരിക്കൂല, അവരെ റെസ്പെക്ട് ചെയ്യൂല, അല്ലെങ്കിൽ അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നില്ല. എല്ലാം ഒരു സ്വാർത്ഥ മൈൻഡായിരുന്നു. അപ്പൊ അവനോട് മാത്രം സ്നേഹമുള്ള അവസ്ഥനെ പറയും സ്വാർത്ഥത എന്ന് പറയും. അപ്പൊ ഈ സ്വാർത്ഥതയുള്ള ലൈഫിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിനുള്ള ഒരു റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അതിനൊരു മറുപുറം എന്ന് പറയുന്ന രീതിയിൽ എങ്ങനെ വന്നാലും നമുക്ക് ഇത് വരും. കാരണം ഈ സ്വാർത്ഥ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളോട് മാത്രം ഡീപ്പായിട്ട് സ്വാർത്ഥമായിട്ടുള്ള ഒരു ലവ് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള മനുഷ്യരായിട്ടുള്ള ഒരു പോസിറ്റീവ് വൈബ് ഒന്നും ഉണ്ടാവില്ല. അതെ, ശരിക്കും നമുക്കത് മനസ്സിലാണെങ്കിൽ മറ്റൊരാള് സെൽഫ് ലവ് ആ രീതിയിൽ പോകുന്ന ഒരാൾ നമ്മളോട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കുള്ള മനസ്സിലാവുന്നത്. അയാൾ അങ്ങനെ തന്നെ ആകുമ്പോൾ അയാളിൽ നമുക്ക് പോസിറ്റീവ് ഒന്നും കിട്ടുന്നില്ല. അയാളെ മാത്രം സ്നേഹിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള വീട്ടിൽ തന്നെ ഒരാളാണെങ്കിൽ നമ്മളെ അത് ഒത്തിരി ബാഡായിട്ട് എഫക്ട് ചെയ്യും. അതെ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എൻ്റെതാണുള്ള സെൽഫ് ലവിനെ കുറിച്ച് ആദ്യത്തെ സ്റ്റേജ് പറഞ്ഞു. ഇപ്പൊ ഒരു ഫാമിലി നോക്കി പല ഫാമിലീസും കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഭർത്താവ് ഇതുപോലെ അവനവനെ മാത്രം സ്നേഹിക്കണം, സ്വാർത്ഥ മൈൻഡുള്ള ഒരാളാണ്. സെൽഫ് ലവ് അയാളോട് മാത്രം. സെൽഫ് ലവ് നമുക്ക് എങ്ങനെ ബാലൻസ്ഡ് ആയിരിക്കണം. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിട്ട് മറ്റുള്ളവർ സ്നേഹിക്കുന്ന രീതി, അതാണ് ശരിക്കുള്ള സെൽഫ് ലവ്. അപ്പൊ ഈ ഒരു ലേഡി എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞത്, ഭർത്താവ് ഇങ്ങനെ ഇവരുടെ ഒരു ഇഷ്ടങ്ങളോ ഒന്നും നോക്കൂല, എല്ലാം അയാൾക്കടെ തന്നെ ഇഷ്ടം, അയാൾ പറയണ കേട്ട് അയാൾ പറയണ അനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. അപ്പൊ അവര് ഓൾറെഡി ഡിവോഴ്സ് ചെയ്യണ അവസ്ഥയിൽ നീങ്ങിക്കഴിഞ്ഞു. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ സ്വാർത്ഥപരമായിട്ടുള്ള രീതി വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ, നീ ആരോട് വെച്ചിട്ടാണ് അവിടെ പോയത്, നീ എന്താ വരാൻ വൈകിയത്, സ്വന്തം ഇഷ്ടം അല്ല നിന്റെ വീട്ടില് എന്തിനാ പോയത് എന്നോട് പറയാണ്ട്, സ്വന്തം വീട്ടിൽ പോയതുപോലെ ഇങ്ങനോട് സാക്ഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ സ്വാർത്ഥമായില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു അടിമനെ പോലെയുള്ള രീതിയിൽ ഫാമിലി ലൈഫ് പോകണുണ്ടാവണം. അപ്പൊ ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാൽ, ഈ അവനവനോട് മാത്രമുള്ള ഡീപ്പായിട്ടുള്ള ഇത് പോയി കഴിഞ്ഞാൽ അതിനെ സ്വാർത്ഥത എന്ന് പറയും. ആ സ്വാർത്ഥമായിട്ടുള്ള ഒരു ഭർത്താവായി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, കുറെ വർഷങ്ങളോടെ അവർ ഒരുമിച്ച് ജീവിച്ചെങ്കിലും അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളായത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പട്ടാള ചിട്ടയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അടിമനെ പോലത്തെ രീതി അവിടെ വന്നു ഫാമിലി ലൈഫിൽ. അപ്പോൾ ഇവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈ സ്വാർത്ഥത, അതായത് അവനവനെ മാത്രം സ്നേഹിക്കണം മൈൻഡ് ഡീപ്പായി കഴിഞ്ഞാൽ അത് സ്വാർത്ഥതയായിട്ട് മാറിയിട്ട് ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ അപ്പുറത്തേക്കൊന്നും പറയണ്ട, ആ സ്റ്റൈലിലോട്ട് മാറും. അപ്പോൾ ഇവിടെ ഫാമിലി ലൈഫിലൊക്കെ അത് ഭയങ്കര പ്രശ്നം വരും. അത് വേറെ ഏത് ബന്ധത്തിലാണെങ്കിലും അത് പ്രശ്നം വരും. ഒരാളുടെ മാത്രം പ്രയോറിറ്റി കൊടുത്തിട്ട് അയാൾ പറയണ പോലെ എല്ലാവരും കേട്ടോളാം, ഞാൻ പറയണതാണ് ശരി, ആ രീതിയിൽ വരും. അപ്പൊ ഇവിടെ സെൽഫ് ലവിന്റെ ഒരു നെഗറ്റീവ് വേർഷനാണത്. അപ്പൊ റിയൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്നെ സ്നേഹിക്കണം, അതുപോലെ മറ്റുള്ളവർ സ്നേഹിക്കണം. അപ്പൊ അതിന്റെ ഒരു അടുത്ത നമ്മൾ പ്രയോറിറ്റി നമുക്ക് കൊടുത്തുകൊണ്ട് ചുറ്റുപാടുള്ളവരെ കൂടി മനസ്സിലാക്കണം, അവരുടെ ഇഷ്ടം കൂടെ മനസ്സിലാക്കി അവരെയും നമ്മളെ സ്നേഹിക്കണം. അപ്പൊ ഇവിടെ എൻ്റെ ലൈഫിലേക്ക് തന്നെ വീണ്ടും ഞാൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എന്നെ മാത്രം സ്നേഹിക്കുന്ന അവസ്ഥയിൽ പോയപ്പോൾ സ്വാർത്ഥത വന്ന്, അഹങ്കാരം വന്ന്, അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ വൈബ് എല്ലാം, അതായത് മറ്റുള്ളവരിലേക്ക് എൻ്റെ വൈബൊക്കെ നെഗറ്റീവ് ആയി കഴിഞ്ഞു. കാരണം പ്രത്യക്ഷത്തിൽ തന്നെ മനുഷ്യനാശയം എത്തിക്കഴിഞ്ഞു. മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ല, നമ്മൾ ഈ സ്വാർത്ഥ മൈൻഡുള്ളവർ എന്താണ്, നമ്മൾ പറയണതാണ് ശരി,
മനസ്സിലായി? അതിനപ്പുറത്തേക്ക് ഇല്ല. പണ്ടുള്ളവര് പറയുന്നത് ഞാൻ പിടിച്ച മുയലിന് മോദി ചെവി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ മൈൻഡ് എന്റെ ലൈഫിലായി കഴിഞ്ഞു. അങ്ങനെ എന്റെ ലൈഫിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറെ പ്രശ്നങ്ങളും തകർച്ചകളൊക്കെ വന്ന് അങ്ങനെ കുറെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി. അതിനുശേഷം ഞാൻ പിൽക്കാലത്ത് നല്ല മൈൻഡിലേക്ക് എത്തി. നല്ല മൈൻഡിലേക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ഡീപ്പായിട്ട് വലിയൊരു കുഴിയിൽ വീണ ആളാണല്ലോ. അത് ഭയങ്കര ഒരു ഗർത്തത്തിലാണ് എന്റെ ലൈഫ് പോയത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും ഗർത്തത്തിൽ പോയി കഴിഞ്ഞാൽ പഠിച്ചു വന്നപ്പോൾ പിന്നെ എന്തായി, സത്യത്തിൽ ഞാൻ എന്നെ സ്നേഹിക്കണം മൈൻഡ് അങ്ങനെ ഔട്ടായി. മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കണം മൈൻഡായി. അത് എന്റെ കാര്യം കളഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യും? അത് റോങ് ആണ്. ശരി, അതും തെറ്റാണ്. അതായത് എന്റെ വീട്ടിൽ പട്ടിണിയാണ്, പക്ഷെ ഞാൻ നാട്ടുകാർ വന്നത് അല്ലേ, അതും തെറ്റാ. അപ്പൊ ഞാൻ അത് പോയത് പറഞ്ഞില്ല. 10 വർഷമാണ് ഞാൻ എന്റെ കാര്യം നോക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യണ ലൈഫ്. എനിക്കും അങ്ങനെ കുറച്ചുപേരെ അറിയാം. കാരണം സ്വന്തം ഒരു കാര്യവും നോക്കാതെ സമൂഹത്തിന് വേണ്ടി ജീവിച്ചിട്ട് അവസാനം ആ ആളിന് ഒരു ആപത്ത് വരുമ്പോൾ ഒരാളും ഇല്ല എന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ട് അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അനുഭവം, അതായത് ഞാൻ ഇങ്ങനെ സോഷ്യൽ സർവീസ് ചെയ്ത് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഫീസും മേടിക്കില്ലായിരുന്നു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യണ സിസ്റ്റം അല്ല. അന്നെന്ന് പറയുമ്പോൾ ഞാൻ ഏത് വഴിയോടെ എണി പിടിക്കും. ആർക്കും എൻ്റെ അടുത്തേക്ക് വരാം, ആർക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കും. എൻ്റെ വർക്ക് വരെ ഞാൻ, അതായത് ഞാൻ എനിക്ക് ഒരു ബിസിനസ് ഉണ്ടായി. ആ ബിസിനസ്സിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് ആയി. എൻ്റെ കടബാധയെല്ലാം മാറാനായിട്ട് ആ ബിസിനസ്സാണ് കാരണം. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടി സോഷ്യൽ സർവീസ് ചെയ്യുന്നു. അതായത് ഫാമിലി പ്രോബ്ലം, കടബാധ്യത, അല്ലെങ്കിൽ പ്രേമനൈരാശ്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ റിക്കവറി ആക്കാനായിട്ട് അവർ വീട്ടിൽ പോകേണ്ട സ്റ്റേജ് ആണെങ്കിൽ അങ്ങോട്ട് പോകും. എന്നെ കാണാൻ പറ്റുമെങ്കിൽ അതിന് ഞാൻ സമയം കൊടുക്കും. ഒരു ഫോണിൻ്റെ ഇടയിൽ വേറെ ഫോൺ വരും. അതായത് ആ കാലഘട്ടത്തിൽ ഒരു ദിവസം എനിക്ക് വേണം 4-5 പേരെ നേരിട്ട് കാണാൻ അനുവദിക്കുമായിരുന്നു. പിന്നെ വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യും. ആ സമയത്ത് വീട്ടിലൊക്കെ പ്രശ്നം വരുന്നു. കാരണം ഇതിന് എന്ത് കിട്ടുന്നുണ്ട്? ഇത്രയും സമയം ചെലവഴിച്ച് ഇത്രയും ഒരു വല്ലതും കിട്ടുമോ? കാരണം ഞാനൊന്നും മേടിക്കാത്ത രീതിയിൽ നമ്മുടെ എനർജി അങ്ങോട്ട് ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പോസിറ്റിവിറ്റി അവർ വലിച്ചെടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ പോസിറ്റിവ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സമയം കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം എനിക്ക് അറിവില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ ചെയ്യണത് എന്താന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യണേ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ശരിക്കും എൻ്റെ ലൈഫ് 10 വർഷമാണ് പോയത്. 10 വർഷം പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പഴയ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഫിയറാണ്. അല്ല, നമ്മളുടെ ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ അതായി പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ട് എന്താ ചെയ്യണം, സെൽഫ് ലവ് അവിടെ ഇല്ലാണ്ട് മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കണം മൈൻഡിൽ പോയി അവസാനം എനിക്കൊരു കുറേ അധികം ഒരു 60 പേരെ ജോലിക്കാരൊക്കെ ഉണ്ടായ സ്ഥാപനം വരും. ആ സ്ഥാപനത്തിലെ അറ്റൻഷൻ ഇല്ലാണ്ട് ഞാൻ ഈ ആൾക്കാരുടെ പുറകെ നടക്കണമെങ്കിൽ അറ്റൻഷനായി. അപ്പം അന്നേരം എനിക്ക് ഒരു 10ഓളം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് MD തന്നെയാണ്. അപ്പോൾ പറഞ്ഞ് ബെന്നി ഓൾറെഡി മീറ്റിങ്ങിന് വന്ന മാനേജർ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പാലക്കാട് ഒരു പയ്യൻ ആത്മഹത്യയിൽ വക്കനേക്കണേ. എന്ന് പറഞ്ഞാൽ കൂടെ ഒരാളില്ലെങ്കിൽ അവൻ ആത്മഹത്യ ഫാനൊക്കെ എടുക്കും. അപ്പൊ അങ്ങനെ അവന്റെ അമ്മ ജോലിക്കൊക്കെ പോകണം. അപ്പൊ ഒരു ദിവസം ജോലിക്ക് പോകണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒറ്റക്ക് ഇടാൻ പറ്റില്ല, ആ സ്റ്റേജാണ്. അപ്പൊ ആ പയ്യനെ ഞാൻ വിസിറ്റ് ചെയ്യാനായിട്ട് ചെല്ലാന്ന് പറഞ്ഞു പോയി. അങ്ങനെ പോയ അന്നത്തെ ദിവസമാണ് ഈ മീറ്റിംഗ് വന്നത്. പക്ഷെ ഞാൻ പ്രയോറിറ്റി എന്തിനു കൊടുത്ത്? അതിനോട്. അവിടെ ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് അടുത്ത ദിവസത്തേക്ക് ഒന്ന് മാറ്റിയാൽ മതിയത്. അടുത്ത ദിവസത്തേക്ക് എനിക്ക് അർജന്റ് ഉണ്ട്, അവിടെ ഞാൻ അന്ന് വരില്ല, വേറെ ദിവസം വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ മാറ്റും. പക്ഷെ എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. പിന്നെ അതായത് എനിക്ക് അത് ഭയങ്കര മറ്റുള്ളവരുടെ കാര്യത്തിന്, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കണം അതിന്റെ ഓവറായിരുന്നു സത്യം. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞ ആ വർക്ക് ആ മീറ്റിങ്ങിന് പോകാണ്ട് പാലക്കാട് പോയി. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബെന്നിയുടെ കോൺട്രാക്ട് കട്ട് ചെയ്തു. കാരണം MD പറഞ്ഞ് ഇത്രയും ഇമ്പോർട്ടന്റ് ഇയാൾ കൊടുക്കണില്ലേ, നമ്മളൊരു മീറ്റിംഗ് പറഞ്ഞിട്ട് വരാൻ പറ്റില്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ആ വർക്ക് 10 പോയി. അങ്ങനെ ഞാൻ എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിവൊഴിവ് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഞാൻ കണക്റ്റഡ് ആയി ജനങ്ങളായിട്ട്. കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവർ ആരും കൈയൊഴിയാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കുന്ന രീതിയിൽ പോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ പല വർക്കുകളും പോകാൻ തുടങ്ങി. കാരണം എനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം ഇതിനാണ്. അതിൽ നിന്ന് എനിക്കൊരു ഔട്ടില്ല, ഇൻകം ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 3-4 വർഷം കൊണ്ടിട്ട് എൻ്റെ വർക്കുകളെല്ലാം പോയിട്ട് ഒരു 2 ജോലിക്കാർ മാത്രമുള്ള സ്റ്റേജിലോട്ട് ഞാൻ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അത് ശ്രദ്ധിക്കാനും സമയമില്ല, താല്പര്യം മറ്റുള്ളവരുടെ കാര്യത്തിലായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞല്ലേ ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. അതായത് അവരെന്നെ എപ്പോഴും ഞാനായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അതായത് എന്നെ അവർ ശരിക്കും ഉപയോഗിക്കുന്നു എന്ന് പറയാം. അത് തെറ്റില്ല. അവർ യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് ബിസിനസ്സുകാരാണ്, അവർക്ക് നല്ല ഡെവലപ്മെന്റ്സ് ഒക്കെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഡെവലപ്മെന്റ്സ് ഒക്കെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നല്ല പൊസിഷനിലൊക്കെ. അപ്പോൾ അവർ എനിക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആദ്യമൊക്കെ എന്തെങ്കിലും പൈസ, അതായത് എനിക്ക് സാമ്പത്തികമായിട്ട്
ഞെരുക്കം തന്നെയാണ്. പിന്നെ ഞാൻ പല വർക്കൊക്കെ പോയി ഞെരുക്കം വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ചെറിയ എമൗണ്ട് ഒക്കെ ഒരു തരുമായിരുന്നു, തിരിച്ചു കൊടുക്കും ഞാൻ അങ്ങനെയാണ്. പക്ഷെ പിന്നീട് ഇതിന്റെ അളവ് കൂടിക്കൊണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു 50,000 രൂപ ഒരു ആവശ്യം തന്നെയാണ്. അപ്പോൾ 50,000 രൂപ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയണം അയ്യോ അത്രയും പൈസ ഒന്നും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല, പിന്നെ ടൈറ്റ് ആണെന്ന് പറയാം. പക്ഷെ ഇവരുടെ കണക്ഷൻസിൽ നിന്ന് നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു പൈസ പോലും മേടിക്കാണ്ട് ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ആൾക്കാർ കൈ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീലായി. അത് കഴിഞ്ഞിട്ട് എന്നെ വെച്ചിട്ട്, അതായത് ഈ എൻ്റെ ക്ലാസ്സുകൾ അന്നേരം ഗ്രൂപ്പ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ട്രെയിനിങ്ങുകൾ വീടുകളിൽ സംഘടിപ്പിക്കുമായിരുന്നു, കൂടുതൽ സ്ത്രീകളായിരുന്നു. അതിലൊരു 100 പേരൊക്കെ വരെ, ഒരു 50-100 പേരൊക്കെ ഉള്ള പല സൗകര്യമുള്ള വീടുകളിൽ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഫ്രീ ക്ലാസ്സാണ്, വീക്ക്ലി വൺസ്, ആരും പൈസ ഒന്നും തരണ്ട, ഫ്രീയാ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യും സേവനം, അതായത് മറ്റുള്ളവരെ നന്നാക്കാനുള്ള വേണ്ടി കൂടുതൽ, അതായത് എന്നെ സ്നേഹിക്കാണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ എന്റെ ലൈഫ് പോയി അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് അവസാനം വൈഫ് ജോലിക്ക് പോകുന്ന സ്റ്റേജായി. വീണ്ടും എനിക്ക് പ്രശ്നം തന്നെ. എന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ വലിയ കടബാധയിൽ വന്നിട്ട് റിട്ടേൺ വന്നാളാം. പക്ഷെ ഇപ്പൊ ഞാൻ ആ റിട്ടേൺ വന്നിട്ട് വീണ്ടും താഴത്തോട്ട് പോയത് ഞാൻ ആ എന്റെ ലൈഫ് സ്റ്റോറി വീഡിയോ പറയണില്ല, കാരണം പറഞ്ഞാൽ ലെങ്ത് കൂടി പോകണം. ഞാൻ ഇപ്പൊ ഇവിടെ അത് പറയുന്നത്, അതായത് വീണ്ടും ഞാൻ സാമ്പത്തിക പ്രശ്നത്തിലോട്ട് പോയ സ്റ്റേജ് ഉണ്ട്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ട് മറ്റുള്ളവരെ മാത്രം സ്നേഹിക്കണ അവസ്ഥയിൽ പോയപ്പോൾ അങ്ങനെ എല്ലാ വർക്കുകളും പോയി വെറും 2 ജോലിക്കാരുടെ അവസ്ഥയപ്പോൾ എനിക്ക് തികയണില്ല, വാടക കൊടുക്കാൻ പൈസ ഇല്ല, വീട്ടിൽ പ്രശ്നമായി. അങ്ങനെ വൈഫും ജോലിക്ക് വന്നു, വൈഫ് ജോലിക്ക് പോയിട്ടും വാടക കൊടുക്കാൻ ഒന്നും പറ്റണില്ല, എല്ലാം പ്രശ്നങ്ങളാണ്. അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കടം മേടിക്കുന്ന രീതി വീണ്ടും വരാൻ തുടങ്ങി. റോൾ ചെയ്യണ പരിപാടിയില്ല, അവിടെ നിന്ന് മേടിച്ചുകൂടെ കൊടുക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വലിയ കാര്യമായിട്ട് കണ്ടിരുന്ന വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ ഉപയോഗിച്ചെന്ന് വെച്ചാൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാരൊക്കെ ഉണ്ട് പലരും. കാരണം പല വീടുകളിലാണ് ഈ ക്ലാസ്, പല ആൾക്കാരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കണ അവസ്ഥയിൽ പോകുന്നു. അങ്ങനെ ചോദിക്കണ അവസ്ഥയിൽ പോയിട്ട് അവർ അത് തരാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരു തഴയണ രീതിയൊക്കെ വരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഫീലാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും നമുക്ക് വിഷമം വരും. നമ്മൾ ഇത്രയും ആത്മാർത്ഥം, നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് ഇത്രയും ആത്മാർത്ഥം കാണിച്ച് അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥയിൽ ഇല്ല, ഞാൻ പറയണ അവരെ ഇപ്പൊ ഞാൻ വളരെ ക്ലാരിറ്റിയിലാണ് എന്ത് സംസാരിക്കുള്ളൂ. അതായത് വേറെ ഒന്നുമല്ല, രക്ഷപ്പെടുക അല്ലെങ്കിൽ അവർക്കൊരു സക്സസ് വരിക എന്നുള്ളത് അവരായിട്ട് കിട്ടിയതാ. ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് ശരിയാണ്. പക്ഷെ ഞാൻ പറയണത് മനുഷ്യരെ എനിക്ക് ഒന്നും അവരെ കുറ്റപ്പെടുത്താനില്ല, കാരണം തെറ്റെല്ലാം മിസ്റ്റേക്ക് ഇല്ല. എന്റെ പരാജയം എന്റെ കുഴപ്പം, എന്റെ വിജയവും എന്റേതാ. എന്റെ പരാജയവും വിജയവും എന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ശരിക്കും റിയാലിറ്റി അതാ. അപ്പൊ ഞാനിങ്ങനെ ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം ഈ പരിപാടികൾ നിർത്താം, എനിക്കിനി ആരുടെ നിന്ന് കടം മേടിക്കാണ്ട് ജീവിക്കണം. അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ സർവീസ് എന്ന പരിപാടിയാണ് മൊത്തം സ്റ്റോപ്പ് ചെയ്തു, ഫോൺ നമ്പർ മാറ്റി. എന്നിട്ട് ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാം ഞാൻ ഇനി ഒരു ഇതിനും മനില്ല, കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഈ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യൂ, അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഉയർച്ച വരും. എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്. എന്നിട്ട് ഞാൻ പറയും നിങ്ങൾ അങ്ങനെ ചെയ്യൂ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വരും എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് അല്ലാണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് എനിക്ക് സെൽഫായിട്ടൊരു ഡെവലപ്മെന്റ് വേണ്ടി അങ്ങനെ ഞാൻ സെൽഫ് ട്രെയിനിങ് എടുക്കുന്നു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെതായ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിനുള്ളിൽ വീണ്ടും എൻ്റെ വർക്കുകളെല്ലാം ഓണായി. പക്ഷെ സോഷ്യൽ സർവീസ് ഒന്നും ആ സമയത്തില്ല. അങ്ങനെ 1 ഇയറിനുള്ളിൽ വർക്കെല്ലാം ഓണായി. അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈ സർവീസ് ചെയ്യണില്ലെങ്കിലും സോഷ്യൽ സർവീസ് ഇല്ലെങ്കിലും കോമൺ ആയിട്ട് ഞാൻ ആൾക്കാരോടെല്ലാം നല്ല ഡീലിംഗ് ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ വർക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു 1 ഇയർ കൊണ്ട് വീണ്ടും ഞാൻ ഓഫീസൊക്കെ ആയി, എനിക്ക് വീണ്ടും ജോലിക്കാരൊക്കെ ആയി. അങ്ങനെ എല്ലാം ക്ലിയറായി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും സാഹചര്യങ്ങൾ വരുന്നു. അത് ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ എന്നെ കണക്ട് ചെയ്യുന്ന രീതിയിലോട്ട് ആൾക്കാർ എത്തുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന സർവീസ് സിസ്റ്റമാറ്റിക് ആക്കി. ഏതൊരാൾക്കും വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. അത് ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണ കറക്റ്റ് ട്രാക്കിലാണ്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ എൻ്റെ ക്ലാസ്സിലേക്ക് എടുക്കണ പോലും ഫിൽട്ടർ ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യണതും ഞാൻ ചെയ്യുന്ന സർവീസിനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാം സിസ്റ്റമാറ്റിക് ആയി. അങ്ങനെ ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഞാനിപ്പോൾ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആരുടെടുത്തും കടം മേടിക്കാത്ത സ്റ്റേജിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ ഒട്ടും ഡൗൺ അല്ല, അല്ലെങ്കിൽ ഞാൻ അത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരാളോട് സംസാരിക്കണ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണം. അപ്പം ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണ സിസ്റ്റം മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെയ്യണതെല്ലാം പെയ്ഡാണ്. ഞാൻ ചെയ്യണ ഫ്രീ സർവീസ് ഒന്നുമില്ല, പെയ്ഡ് സർവീസ്. പിന്നെ നമുക്ക് അത്രയും റിലയബിൾ ആയിട്ട് തോന്നണം, തീരെ നിസ്സഹായമായിട്ട് തോന്നണം. അത്രയും സാമ്പത്തിക രംഗത്തിൽ എത്തുന്ന ആൾക്കാരാണ്, ബുദ്ധിമുട്ടുള്ളവരാണെന്ന് തോന്നുക, ജെന്യുവിനായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രം ഞാൻ എന്തെങ്കിലും ഒരു ഫീസിന് ഇളവ് കൊടുത്തിട്ടുള്ള രീതികൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിന് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പായിട്ടുള്ള ഓൺലൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പ്ലാൻ ചെയ്യണം.
ശരിക്കും ഒരു വിധത്തിൽ പറഞ്ഞാല് ഈ സെൽഫ് ലവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത് വീട്ടമ്മമാർക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ശരിക്ക് എല്ലാ വീട്ടമ്മമാരും ആ കാര്യം മറന്നിട്ടാണ്, എന്റെ ഒരു അനുഭവം പറയാണ്. അത് ഓരോ വീട്ടമ്മമാരും ഒട്ടും സെൽഫ് ലവ് ഇല്ല അവർക്ക്. അവര് കുടുംബത്തിന് വേണ്ടി മരിക്കുന്നു. പക്ഷെ മക്കളൊക്കെ ജോലിയായി വേറൊരു സമയം അവര് പറന്നു പോയി കഴിയുമ്പോഴാണ് ഇതുങ്ങള് മനസ്സിലാക്കുന്നത് ശരിക്കും. അപ്പൊ സമയം കുറെ പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവർക്ക് അവരുടെ നല്ല ജീവിതം പകുതി കൂടുതൽ കഴിഞ്ഞു. അത് എന്നാലും ഞാൻ പറയും, അവിടെ ഏജ് ഒന്നും പ്രശ്നമല്ല. ഏത് ഏജിലും ഒരാൾക്ക് ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ പവർ അനുകൂലമായിട്ട് വരുമെന്നാണ്. അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന കൃത്യമായ ബാലൻസ് എന്ന് പറയുന്നത്, ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് വേണം മറ്റുള്ളവർ സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ സ്നേഹിക്കണമെന്നുള്ളത്. ആ രീതിയാണ് റിയൽ ആയിട്ടുള്ള ഒരു സെൽഫ് ലവിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ എന്നെ ഒരു കൂട്ടുകാരിയായി കണ്ട് എന്റെ കൂട്ടുകാരിക്ക് എനിക്കൊരു ആപത്ത് വന്നാൽ ഞാൻ എങ്ങനെ ഉപദേശം കൊടുക്കാം എന്നതുപോലെ എന്റെ മനസ്സിനെ പിടിച്ചിരുത്തി സാന്ത്വനിപ്പിക്കാനൊക്കെ കഴിയണം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. എനിക്ക് അതിനെ കുറിച്ച്. അപ്പൊ ഇവിടെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചൊരു വലിയൊരു റിയാലിറ്റിയാണ് ഈ പറഞ്ഞ സെൽഫ് ലവ്. കാരണം ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് എന്റെ കാര്യങ്ങൾ ബാലൻസ് ആക്കിയിട്ട് തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇന്ന് എനിക്ക് ഫാമിലി ഉണ്ടെല്ലാം ഉണ്ടെങ്കിലും ഞാൻ എനിക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ അവരുടെ കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കും. ഫസ്റ്റ് എനിക്കാണ്, അതിനുശേഷമാണ് അവർക്ക്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്ന സർവീസിലും അത് തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഈ ലോകത്ത് നിരവധി ജനങ്ങളുണ്ട്. അവരെല്ലാം എൻ്റെ അടുത്തേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ അവരുടെ ലൈഫിൽ മാറ്റം വരുള്ളൂ. എന്നേലും കഴിവുള്ള, എന്നേലും ക്വാളിറ്റി ഉള്ള, എന്നേലും പവർഫുൾ ആയിട്ടുള്ള നിരവധി ട്രെയിനേഴ്സും മനുഷ്യരും ഓൾറെഡി ഉണ്ട്. അപ്പൊ അവരിലേക്കും അവരെ കൊണ്ട് അത് പറ്റും. അപ്പൊ ഞാനിവിടെ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മളല്ലേ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതി ബാലൻസ് ചെയ്യണം. അത് ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് തന്നെ ഇരിക്കണം. അതിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി വിശദമായിട്ട് ചോദിച്ചോട്ടെ സാർ. സാർ ഇപ്പം പറയുന്ന ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡിൽ, ഞാനൊരു വീട്ടമ്മയുടെ മൈൻഡിൽ നിന്ന് ചോദിക്കട്ടെ. ഇപ്പം ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് കുടുംബമുണ്ട്, എന്റെ ഹസ്ബൻഡ്, എന്റെ മോന്, അച്ഛന്. അപ്പം എന്റെ ഉറക്കം പോലും കളഞ്ഞിട്ടാണ് ഞാൻ ചിലപ്പോൾ 4 മണിക്കൊക്കെ എണീക്കും. ഇവരുടെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഇവർ ഇറങ്ങുന്ന സമയത്ത്, ഇവർ പോകുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ ഇത് എത്തണം. ഇവർ പോകുമ്പോൾ അയൺ ചെയ്ത് കൊടുക്കണം. പക്ഷെ ഞാൻ എന്റെ 10 മണിയായപ്പോലും എന്റെ ആഹാരം കഴിക്കാൻ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കുളിച്ചോ, ഞാൻ ആഹാരം കഴിച്ചോ, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ ഫാമിലിക്ക് വേണ്ടി. ഇതെങ്ങനെ, ഇതിൽ നിന്ന് ഇവർക്ക് എങ്ങനെയാണ് സെൽഫ് ലവ്, എങ്ങനെയാ ശരി, അത് എങ്ങനെ, ഏത് രീതി? അതായത് ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ അത് ഞാൻ ചെറിയൊരു ഹിന്റ് തരാം. കാരണം അത് പറഞ്ഞ ടോപ്പിക്ക് വേറെയിലോട്ട് പോകും. അതായത് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ആക്കിയെടുക്കണമെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് അതിന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെൽഫ് ലവ് ഇതെല്ലാം കണക്റ്റഡാ. സെൽഫ് ലവ് എന്ന് പറയണ ഇത് കറക്റ്റ് ബാലൻസ് ആണെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയും, ഒരാളെ സിസ്റ്റമാറ്റിക് ആണ്, സിസ്റ്റമാറ്റിക് ടൈം മാനേജ്മെന്റ് അതൊരു ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പൊ അത് കറക്റ്റ് ആകുമ്പോഴാണ് നമുക്കിതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ പറയില്ലേ, നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴും നമ്മളുടെ ഹെൽത്ത് അവർക്ക് വേണ്ടി ചെയ്താലും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളെ സമയം കണ്ടെത്തിയേ പറ്റും. മനസ്സിലായോ? അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറയുമ്പോ ഇപ്പൊ പറഞ്ഞില്ലേ, എല്ലാ അമ്മമാരും അങ്ങനെ ചെയ്യണം. പക്ഷെ ഇതെന്ത് പറ്റുമെന്നറിയാം, ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോ ഇവർക്ക് ഇത് ബോധ്യം തന്നെ സമയമുണ്ട്. ചേട്ടാ, ഞാൻ ആ ചെയ്തതിനുള്ള ഇതൊന്നും ഇവരുടെ ഭാഗത്ത് ഇല്ലല്ലോ. ഇതിന്റെ കൂടെ അവർക്ക് വരുന്ന ലൈഫ് സ്റ്റൈൽ മിക്കവാറും എല്ലാ രോഗങ്ങളും ഇവരെന്റെ കൂടെ പിടിച്ചെടുക്കുക. ആഹാരം കഴിക്കേണ്ട സമയത്ത് ആഹാരം കഴിക്കത്തില്ല, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കത്തില്ല. എന്നാൽ ഈ കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെ എന്തെങ്കിലും ഒരു സ്നേഹം കിട്ടൂല, അതും ഇല്ല. അപ്പൊ എന്താണ് വീട്ടമ്മമാര് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാല്, നിങ്ങളുടെ ഹെൽത്തിന് പ്രയോറിറ്റി നിങ്ങൾ തന്നെ കൊടുത്തേ പറ്റും. മനസ്സിലായോ? നമ്മൾ കൃത്യം സമയത്ത് ഫുഡ് കഴിക്കുകയും നമ്മളുടെ ആരോഗ്യത്തിന് വീക്ക് വരാണ്ടായി നമ്മൾ വെറുതെ വരുത്തിക്കൂട്ടി വെക്കാത്ത രീതിയിൽ നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ മുൻകൈ എടുക്കണമെന്നുള്ളത് ഒരാളും വരാൻ പോണില്ല. അവരവര് ശ്രദ്ധിക്കണം. അയ്യോ, ഞാൻ അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ആരോഗ്യമായിട്ടിരുന്നാലേ എനിക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റൂ. അത് തന്നെ ആ പോയിന്റ്. അതായത് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മള് ആരോഗ്യമായിട്ടിരുന്നാൽ മാത്രമേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മളെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ മാത്രമേ നമ്മളെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ തരത്തിലും ഓക്കെ ആയിട്ട് എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ ദുഃഖിച്ചിരുന്നാൽ ഞാൻ അത് തന്നെ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ആദ്യം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണേന് നമ്മൾ ഫ്രീഡം ഉണ്ടാക്കിയേ പറ്റും. പക്ഷെ അത് തന്നിഷ്ടമാണ്ടിരുന്നാൽ മതി. തന്നിഷ്ടം എന്ന് പറഞ്ഞാൽ അവള് തന്നിഷ്ടക്കാരി, ആര് പറഞ്ഞാലും കേൾക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കാണ്ടിരുന്നാൽ മതി. പക്ഷെ നമ്മളുടെ ഇഷ്ടങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് ഇന്നതാണ് ഇഷ്ടം, ആ ഇന്ന കാര്യം നമ്മൾ ചെയ്തു. പക്ഷെ അതുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഇറിറ്റേഷൻ വരാണ്ട് എത്ര തിരക്കാണേലും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഇച്ചിരി സമയം മാറ്റി വെച്ചിട്ട് നമ്മളെ സന്തോഷിപ്പിക്കണം. ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് പറയാം, നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊരു ഹിന്റ് തന്നെയാണ്, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം.
നമ്മളുടെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു റൂട്ട് ഉണ്ടാവണം. അതല്ലാണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ സിസ്റ്റമാറ്റിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അമ്മ അതിരാവിലെ എണീക്കുന്നു, അതിരാവിലെ എണീറ്റിട്ട് മക്കൾക്ക് വേണ്ടി ഫുഡെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി അവരവരെ പാട് നോക്കി അവർ പോകുന്നു. അമ്മ കഴിക്കുന്നത് രാവിലെ 11 മണിക്ക്, ബാക്കി എല്ലാവരും രാവിലെ കഴിച്ച് കൃത്യമായിട്ടെല്ലാം പോയി. എന്നാൽ ഈ അമ്മ കൃത്യമായിട്ട് കഴിക്കണ്ടെന്ന, അല്ലെങ്കിൽ അമ്മക്ക് വല്ല കാലുവേന ഉണ്ടാ കൈവേന ഉണ്ടാ ആരും ചോദിക്കില്ല. അല്ലെങ്കിൽ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഭാര്യ കഷ്ടപ്പെട്ടിട്ട് കുറെ പണിയാണ്. അപ്പൊ ഭാര്യയുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം, കുറച്ച് സപ്ലിമെന്റ് മേടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറെ ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കാം. അവള് നല്ല ഇതായിട്ട് അങ്ങനെ ഒന്നും ചിന്തിക്കൂല. കാരണം ഇത് മനഃപൂർവ്വം ചെയ്യണല്ല, ഇത് ആർക്കും അതിനുള്ള ഒരു മൈൻഡില്ല. കാരണം ഓരോ വ്യക്തിക്കും വ്യക്തിപരം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും മക്കളാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അത് അവര് യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ പോലെ ആശ ചോദിച്ച പോലെ സ്ത്രീകള് ഒരു കുടുംബത്തിൽ ഒതുങ്ങിപ്പോണ രീതിയിലോട്ടായി പോകും. കാരണം നമ്മളുടെ ബിലീഫ് സിസ്റ്റം അങ്ങനെ ആയിട്ട് നമ്മൾ അതിൽ ഒതുങ്ങി പോണേ. കാരണം ഇതിന് ഏജ് ഇല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, സ്ത്രീ പുരുഷ ഭേദം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആഗ്രഹങ്ങൾ നടക്കാനും ഒരു ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യാനും സ്ത്രീ പുരുഷൻ എന്നുള്ളതിന് വകഭേദങ്ങളില്ല, ലിമിറ്റേഷൻ ഇല്ല. പിന്നെ ഞാൻ ഇപ്പോഴും പറയും, ഇതിനൊരു ഏജ് ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ എത്ര ഏജ് ആണെങ്കിലും നമ്മൾ ചിന്തിക്കണം ഫിസിക്കലി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ. മെന്റലി നമ്മൾ കറക്റ്റ് ആണ്, സക്സസ് നമ്മുടെ ടേബിളിൽ വരും. മനസ്സിലായോ? കാരണം നമ്മൾ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങി നടക്കണ്ട. അപ്പൊ അതൊക്കെ ശരിക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയണത് നമ്മളെ സ്നേഹിച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ തന്നെ. കാരണം എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ. പിന്നീടാണ് പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിലും അവിടെയൊക്കെ കാണുമ്പോൾ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ ചിന്തിക്കണം, ചേട്ടാ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡീപ്പായിട്ട് അനുഭവിച്ചൊരു സാധനമാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഒരു ഇതിൽ ഞാൻ അതിനെക്കുറിച്ച് അനുഭവിച്ചപ്പോൾ എന്ത് ചെയ്ത്, എൻ്റെ കാര്യത്തിന് പ്രയോറിറ്റി തന്നെ ഞാൻ കൊടുത്തിട്ടാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പോകാം. എന്നിട്ടും ഇന്ന് മറ്റുള്ളവരുടെ കാര്യത്തിന് നിഷേധിക്കില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അതിന് പ്രയോറിറ്റി കൊടുക്കുന്നു, അതുപോലെ അവർക്കും വേണം. നമ്മളെ മനസ്സിലാക്കിയിട്ട് അവരുടെയും കാര്യങ്ങൾ നമ്മളെ പോലെ തന്നെയാണ് അവരും എന്ന് ചിന്തിച്ചിട്ട് അവരെയും കൂടി മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം എന്താണോ അതിന് പ്രയോറിറ്റി കൊടുക്കാൻ നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെ വേണം. അല്ലാതെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അവരതിന് ഒപ്പോസിറ്റ് നിൽക്കുന്ന രീതിയിലാവരുത്. തീർച്ചയായിട്ടും അതെ അതെ. ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ സപ്ലിമെന്റ് എടുക്കണതാണ്, പല സപ്ലിമെന്റ് എടുക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫുഡിൽ നിന്നെല്ലാം കിട്ടണമെന്നില്ല. അപ്പൊ ആ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എൻ്റെ വീട്ടിലുള്ള വൈഫിനാണെങ്കിലും അല്ലെങ്കിൽ മക്കൾക്കാണെങ്കിലും അവർക്ക്, അല്ലെങ്കിൽ വൈഫിനാണ് അതിന് പ്രയോറിറ്റി കൊടുക്കണം. പിള്ളേരൊക്കെ ചെറുപ്പം, അവർക്ക് ഇനിയും ടൈം ഉണ്ട്. അപ്പോൾ ഒരു ഏജ് ആകുമ്പോഴാണ് നമ്മൾ പല സപ്ലിമെന്റ് എടുക്കുന്നത്. കാരണം അന്നേരം നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യാത്തും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കണ പോലെ, ഞാൻ കഴിക്കണ പോലെ തന്നെ വൈഫിനോടും പറഞ്ഞാൽ കഴിക്കണം. ഒരു പരിധി വരെ ഞാൻ മിക്കവാറും ചോദിക്കാറുണ്ട്, ഇത് കഴിച്ചാന്ന് ഇടക്കിടക്ക് ചോദിച്ചിട്ടിരിക്കും. പക്ഷെ വൈഫ് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിക്കും. അപ്പൊ എനിക്ക് എന്റെ മൈൻഡിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ കഴിക്കുമ്പോൾ ഉറപ്പിക്കും ഇത് കഴിച്ചാ. അപ്പൊ നമ്മളെ പറഞ്ഞ് കഴിപ്പിക്കണം അവിടെ. എന്താണ് ഞാനും അത് ചെയ്യണം. അപ്പൊ അവർക്കും ഞാൻ അതിന് ചെയ്യണതിന് പ്രയോറിറ്റി കൊടുക്കണേ. അപ്പൊ അതുപോലെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന പലതും ഞാൻ പറയുന്നത് എല്ലാ സൗകര്യം നിങ്ങൾക്കുണ്ട്, എല്ലാം നിങ്ങൾക്കുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ ഞാൻ പറയണേ. എന്നിട്ട് ഞാൻ എനിക്ക് പ്രയോറിറ്റി തന്നെ അവർക്ക് ഞാൻ കൊടുക്കണത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ അവരോട് പറയും, നിങ്ങൾ വരാൻ റെഡി ആണെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. അപ്പൊ അവർ അയ്യോ എനിക്ക് ഇപ്പൊ വരാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരു ഫിലിമിന് പോകുന്നു പറയുമ്പോൾ ഞാൻ മിക്ക ഫിലിംസും കാണണം, എനിക്കത് ഭയങ്കര ക്രൈസാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെ ഞാൻ വിളിക്കും, ഫാമിലിനെ ഞാൻ വിളിക്കും, ഇങ്ങനെ സിനിമ ബുക്ക് ചെയ്യട്ടെന്ന് പറയുമ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ രാത്രിത്തെ ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ സിനിമ ഹിറ്റാണെന്ന് നോക്കിയിട്ടല്ല കാണണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിനോട് ഒരു ക്രൈസായിട്ട് വീക്കിലി മനസ്സ് എങ്ങനെ വന്നാലും ഒരു സിനിമ കാണാൻ ഞാൻ എത്ര തിരക്കിനിടയിൽ സമയം കണ്ടെത്തി തിയേറ്ററിൽ തന്നെ പോയി കാണും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഹിറ്റ് സിനിമകൾ വരുമ്പോൾ ഇവരുടെ ചെവിയിലെത്തും. അവർ പറയും, അതെ ഇന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് നല്ലതാണെന്നാണല്ലോ എല്ലാവരും പറയണം. ഞാൻ പറഞ്ഞാൽ പോവാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം, ഡേറ്റ് പറയാം. അപ്പോൾ ഈ ഡേറ്റിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് പറയും, അങ്ങനെ ബുക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ തിയേറ്ററിലേക്ക് ഈ പടം ഞാൻ കണ്ടാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കണ്ട എപ്പോൾ കണ്ട് ഇറങ്ങിയെന്ന് തന്നെയുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ ഹിറ്റ് സിനിമ എങ്ങനെ വന്നാലും എൻ്റെ ലിസ്റ്റിൽ വന്നു. അപ്പൊ പിന്നെ അങ്ങനത്തെ രീതിയിലായി. പക്ഷെ എന്ന് കരുതി ഞാൻ ചെയ്യണതെല്ലാം അവർക്കും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അതുപോലെ ആയിരിക്കണം. പക്ഷെ പ്രയോറിറ്റി എനിക്ക് ആദ്യം ഞാൻ കൊടുക്കും. ആ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർക്ക് അറിയാത്തൊരു ടോപ്പിക്കാണ്. ഇപ്പൊ ആശ ചോദിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ഇതിനെ ആശ്രയിച്ച് തന്നെയാണ് ഒരാളുടെ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഗൾഫ് മലയാളികളുടെ അടുത്ത് ചോദിക്കും. ഞാൻ ഒരിക്കലും ഗൾഫ് മലയാളികളെ ഞാനൊരു നെഗറ്റീവായിട്ട് പറയണില്ല. എല്ലാ മനുഷ്യർക്കും ബിഗിനർ സ്റ്റേജ് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവൻ ആ സ്റ്റേജിലാകാൻ പാടില്ല. അതൊരു ഗൾഫ് മലയാളി ആദ്യമായിട്ട് ജോലിക്ക് പോകും,
അതുകൊണ്ട് ജോലിക്ക് പോകുമ്പോഴത്തേക്കും അയാൾ ചിലപ്പോൾ ഒരു ഷെയർ റൂമിലായിരിക്കും, ഒരു ചെറിയ ജോലിയാണെങ്കിൽ ഷെയർ റൂമിലേക്ക് ആയിരിക്കും കിടക്കണം. അവൻ ആ ഷെയർ റൂമിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഫുഡിലൊക്കെ നിയന്ത്രണം വെച്ചിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയൊക്കെ കുറേ അധികം എക്സ്പെൻസ് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൊടുത്തിട്ട് അവരൊന്നും നന്നായിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയുണ്ട്. ഇത് ഒരു പീരീഡ് ഓഫ് ടൈം വരെ നല്ലതാണ്. പക്ഷേ അവിടെ എന്നും ഇയാൾ ജീവിതകാലം മുഴുവനും അവനവനെ സ്നേഹിക്കാണ്ട്, അവനവൻ നല്ല ഫുഡ് കഴിക്കാണ്ട്, അവനവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണ രീതി വന്നാൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിനെ ആശ്രയിച്ചാണ് ഇവരെല്ലാം നിൽക്കണം. അപ്പൊ ഇയാളുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ഫുഡ് കഴിക്കുന്നില്ല, നല്ല ഉറക്കമില്ല, ഇങ്ങനെയുള്ള ഹാബിറ്റ് വരുമ്പോൾ ഇയാളുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇയാളുടെ ആ സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജിലെത്തും. ആ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ വയസ്സാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ജോലിയൊക്കെ പോയി കഴിഞ്ഞ സ്റ്റേജിലായിരിക്കും. ആ സമയത്ത് ഒരിക്കലും ആ ഒരു എനർജി ഡൗൺ ആകുമ്പോഴായിരിക്കും ഇയാളെ ചിലപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്ത അവസ്ഥ വരാം. ഗൾഫ് എത്ര ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനുള്ള വാല്യൂ ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സ്നേഹിക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കാണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണ ഒരു രീതി സാധാരണ ചില ഫാമിലിയിൽ വന്നത്. അത് പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കഷ്ടപ്പാട് അനുഭവിക്കാണ്ട് വളരണമെന്ന് ഏത് മാതാപിതാക്കളും ചിന്തിക്കുക, അത് നല്ലതാണ്. പക്ഷെ ആ കഷ്ടപ്പാട് എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമ്മളെ. ഞാൻ അനുഭവിച്ച ഇതിലൂടെയാണ്. അപ്പൊ ഫുഡ് ബാക്കി വെക്കുമ്പോൾ, അതായത് ഞാനൊരു കാലഘട്ടത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഫുഡ് ഇല്ലാണ്ട് ഞാൻ വിശന്നിട്ട് കൈ നീട്ടിയിട്ടുണ്ട് എറണാകുളം സിറ്റിയിൽ. ഒന്നും കഴിച്ചിട്ടില്ല. അതായത് ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ ലോക്കൽ ഭാഷ പറഞ്ഞാൽ തള്ളാണ്, തള്ളിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറയുന്നില്ല. പക്ഷെ ഞാൻ അത് എന്റെ ഇപ്പോഴത്തെ രൂപം കണ്ടിട്ടാ. അന്നത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് വെച്ചാൽ എന്റെ വീട്ടുകാർക്ക് എന്റെ ബന്ധുക്കൾക്ക് അറിയാം എന്റെ ഇപ്പോഴത്തെ ഫിഗർ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അന്ന് നോക്കുമ്പോൾ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിട്ട് ഭയങ്കര മര്യാദക്ക് കുളിക്കുകയില്ല, മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു ഭ്രാന്തൻ. എന്റെ നാട്ടിലുള്ള എന്റെ തറവാടിന്റെ ഏരിയയിൽ അല്ലെങ്കിൽ എന്നെ പരിചയ ആൾക്കാർ ഒരു 10 രൂപ ഉണ്ടാവും, 10 രൂപ ഉണ്ടാവും, 10 രൂപ ഉണ്ടാവും, 10 രൂപ, 10 രൂപ, 10 രൂപ, 10 രൂപ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഡിപ്രഷനാ ആ കാലഘട്ടത്തിൽ. ഞാൻ ഇങ്ങനെ 3 വർഷത്തോളം ഞാൻ ഉറങ്ങൂലായിരുന്നു, ഉറക്കമില്ല, എന്റെ മൈൻഡ് ഡിസോർഡർ ആയിരുന്നു ശരിക്കും. അപ്പൊ ഞാൻ അത്രയും മെന്റലി ഇതായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ ഈ എറണാകുളം സിറ്റിയിൽ ഞാൻ വിശക്കുമ്പോൾ അന്നേരം വൈഫായിട്ടൊക്കെ തല്ലുപിടിക്കും. വൈഫിന്റെ വീട്ടിലായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റക്കല്ല. അപ്പൊ ഇവിടെ ഒന്നുമില്ല, ഫുഡുമില്ല, പൈസ ഇല്ല, ഞാൻ മര്യാദക്ക് ജോലിക്കും പോകില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഒരു നിയന്ത്രണമില്ല, ഒരു ഇതുമില്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ബസ്സിൽ കയറി അങ്ങനെ ഏതെങ്കിലും ബസ്സിൽ കയറി അങ്ങനെ എങ്ങാണെങ്കിലും ഒക്കെ പോയി ഇറങ്ങും. മനസ്സിലായോ? അപ്പൊ ബസ്സുകാർ ചോദിക്കണം ടിക്കറ്റ് പുറകിലുണ്ടെന്ന് പറഞ്ഞു. പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെ അവിടെ ചെന്ന് അവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞിട്ട് എനിക്ക് പൈസ ഇവിടെ നിന്ന് കിട്ടും. അത് ഡിപ്രഷനായിട്ട് ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമയത്ത്. ഇന്നത്തെ പോലെ നല്ല ബസ് സ്റ്റോപ്പുകളൊന്നുമില്ല. ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ നിറച്ച് അവറും ടിക്കറ്റിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും, ഓപ്പണാണ്. അപ്പൊ ഞാൻ അവിടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ നിറച്ച് നിൽക്കണായിരിക്കും. അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ ഒരു കൊമ്പെടുത്തിട്ട് ഇങ്ങനെ മാറ്റി നോക്കും, ഇങ്ങനെ വല്ല കോയിനൊക്കെ കിടപ്പുണ്ടാവും, വല്ല ചില്ലറ പൈസയൊക്കെ കിടപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ ചില്ലറ കിട്ടിയിട്ടുണ്ട് എനിക്ക് 1 രൂപ 2 രൂപ. എനിക്കൊന്ന് അന്ന് 1 രൂപ 2 രൂപയൊക്കെ ഉള്ളു ബസ് കാശ്. അപ്പൊ അങ്ങനെ ആ ബസ്സിന് തിരിച്ചു പോകുമ്പോൾ ഇനി അയാളുടെ, കാരണം അങ്ങനെ ചിന്തിച്ചാൽ ഒരു ദിവസം അങ്ങനെ പോയപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, കാശില്ലാണ്ടാണ് വന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതായി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ തിരിച്ചു പോകാൻ പൈസ ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ആൾക്കാരുടെ അടുത്ത് കൈ നീട്ടണ ഒരു സ്റ്റേജ് വന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ സ്റ്റേജിന് വന്നതിന് മുമ്പേ നമുക്ക് ആദ്യം പെട്ടെന്ന് കൈ നീട്ടാൻ ഒരു മൈൻഡൊക്കെ വരില്ല. അപ്പൊ ഞാൻ ചില്ലറ പൈസ കിട്ടുമെന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു 2 രൂപയൊക്കെ ഉള്ളു. അപ്പൊ തിരിച്ചു പോകാൻ ആവശ്യം. പക്ഷെ 5 രൂപ എടുത്ത കഞ്ഞി കിട്ടുമെന്ന്. അപ്പൊ കഞ്ഞിക്കുള്ള പൈസ ഇല്ല. അപ്പൊ അങ്ങനെ നിവർത്തിയില്ലാണ്ട് വന്നപ്പോൾ പിന്നെ ചേട്ടാ ഒരു 5 രൂപ എടുക്കാനുണ്ടാവും, ഞാൻ ഒന്ന് കഴിച്ചിട്ടില്ലേ. അപ്പൊ അവർക്ക് ജെന്യുവിനാണെന്ന് തോന്നിയിട്ട് 5 രൂപ വെച്ചാൽ 10 രൂപ വന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കഞ്ഞി കുടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് അങ്ങനത്തെ കുറെ സ്റ്റേജിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ ഇല്ലായ്മ മക്കളെ പഠിപ്പിക്കണമെന്നുള്ള. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകണ ഇപ്പോഴല്ല, ഇപ്പൊ അവർക്ക് അത് ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ബിഗിനർ സ്റ്റേജ് നോക്കിക്കോട്ടെ. ഇപ്പൊ എൻ്റെ മോള് ഓൾറെഡി ഫുഡ് കുറച്ച് ബാക്കി വെച്ച്. അപ്പൊ ഞാൻ പറയുന്നത് എന്തിനാ ബാക്കി വെച്ച്, ഇതൊരിക്കലും ബാക്കി വെക്കരുത്, നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കുക. ഇന്ന് ഇതുപോലും കിട്ടാത്ത നിരവധി ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഞാനൊരു കാലഘട്ടത്തിൽ ഈ ഫുഡിന് വേണ്ടി അത്ര ഇതായിട്ടില്ല. എന്നിട്ട് അത് കളയാൻ ഞാൻ സമ്മതിക്കൂല. അവരുടെ ബാക്കി ഞാൻ കഴിക്കും. വൈഫിനടുത്തും പറയും ഇത് ഒരിക്കലും കളയരുത്. അങ്ങനെ വൈഫ് കഴിക്കും. അങ്ങനെയൊക്കെ ആദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നിപ്പോ പിള്ളേര് കൃത്യ ബാക്കി വെക്കണ പരിപാടിയില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ അത് എടുക്കണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിന്റെ അടുത്ത് കഴിച്ചാൽ മതി. കാരണം അവരെ നമ്മളത് ട്രെയിൻ ചെയ്തു. അപ്പൊ അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പോയിട്ടുള്ളതാ. ഇന്ന് പക്ഷെ ഒരു കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഇത്തിരി ചോറ് അത് ഇപ്പൊ അത് വേണ്ട, എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. അതെ, അവർക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞൂടാ എന്താണ് ആഹാരത്തിന്റെ വില. അവർക്കെങ്കിലും അങ്ങോട്ട് പോകുക, അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാക്കറ്റ് വാങ്ങിക്കുക, അത് കഴിക്കുക. അപ്പൊ ശരിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിച്ചിട്ട് തന്നെ ആയിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കും. മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ മറന്ന് അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും.
പക്ഷെ മരണം വരെ ഇപ്പൊ വീട്ടമ്മയുടെ കാര്യം പറയില്ലേ, വീട്ടമ്മ എന്ന് പറയണ മരണം വരെ മക്കൾക്കും ഭർത്താവിനും വേണ്ടി ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായി മാറാണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ കാര്യങ്ങളും നമ്മൾ വളരെ ഇന്ന് കുറച്ചും കൂടെ മാറ്റമുണ്ടായി, സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഭർത്താവായിരിക്കും ചില വീഡിയോ എടുത്ത് കൊടുക്കണം, റീൽസ് ചെയ്യുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് മക്കൾ എടുത്തു കൊടുക്കും നമുക്ക് വേണ്ടി. ഒത്തിരി പ്രായമുള്ള അമ്മമാരുടെയൊക്കെ തിരുവാതിര ഗ്രൂപ്പ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. കാരണം അയ്യോ അതുങ്ങൾ ഇറങ്ങിയല്ലോ, അവരുടെ സന്തോഷം കണ്ടെത്താൻ അവർ സമയം കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം ചേഞ്ച് ഉണ്ട്. പക്ഷെ എന്നാൽ അത് മനസ്സിലാക്കാത്ത, ഇതിപ്പോ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാത്ത ആൾക്കാരുണ്ട് കുറെ. നമ്മൾ സംസാരിക്കുന്ന ഇതിൽ അറിയാണ്ട് തന്നെ ഈ പറഞ്ഞ ഇതിലോട്ട് എത്തണം, അതായത് സെൽഫ് ലെവലിലോട്ട് അറിയാണ്ട് തന്നെ എത്തുന്ന ആൾക്കാരുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ പാടാത്ത ആൾക്കാരുണ്ട്, ഇപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് കുറെ അധികം ചേഞ്ച് ഉണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്. കാരണം ഇതുപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇന്ന് പലരും അങ്ങനെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് റീൽസ് ചെയ്യണവരുണ്ട്. സന്തോഷം, അതായത് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള കുറെ എന്റർടൈൻമെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കുറെ സാധ്യതകൾ കുറെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഏതൊരു വീട്ടമ്മയാണെങ്കിലും എല്ലാം മനസ്സിലാക്കട്ടെ, അത് നമ്മളുടെ കാര്യം നമ്മൾ തന്നെ വേണം. കാരണം അവരാരും മനഃപൂർവ്വം ചെയ്യണതല്ല അത്. കാരണം അവരിപ്പോ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ അവരുടെ ടെൻഷൻ വെച്ചിട്ട് അവര് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടി കുറെ അധികം കാര്യങ്ങൾ അവര് ചെയ്യുന്നുണ്ട്, എല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോ അവർക്ക് ആ സമയത്ത് അത് അവൾ അത് കഴിച്ചോ അല്ലെ അവള് മരുന്ന് കഴിച്ചോ ഇത് ചിലപ്പോ ഹസ്ബൻഡിന് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് മനഃപൂർവ്വം ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഇത് ആക്കിയെടുത്തോളണം. മനസ്സിലായി ഞാൻ പറയണത്? ഒരു ഹസ്ബൻഡ് എന്ന് പറയും, ഇപ്പൊ അമ്മനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു അച്ഛനും. കാരണം എന്താണ്, അച്ഛൻ അവിടെ അമ്മ ഫിസിക്കലി വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ ഫിസിക്കലിയും മെന്റലിയും വർക്ക് ചെയ്യണേ. മനസ്സിലായി? ഇപ്പൊ ജോലിക്ക് പോകണ അമ്മയാണെങ്കിൽ അമ്മയും ഫിസിക്കലിയും മെന്റലിയും വർക്ക് ചെയ്യുന്നു. അപ്പൊ അതല്ല ജോലിക്ക് പോകാത്തൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടമ്മ അവിടെ ഫിസിക്കലി വർക്കാണ് കൂടുതൽ വരുന്നത്, അച്ഛൻ എന്ന് പറയുമ്പോൾ മെന്റലി വരുന്നു, ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതാരും പ്ലാൻ ചെയ്ത് ചെയ്യണതല്ല, ഇത് സാഹചര്യം കൊണ്ടാണ്. അപ്പൊ ആര് ഇത് തീരുമാനിക്കണം? അവനവൻ തന്നെ വേണം അവനവനെ സ്നേഹിക്കണത് തീരുമാനിക്കും. അപ്പൊ അവനവൻ തന്നെ മുൻകൈ എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എല്ലാവർക്കും ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ എനിക്ക് ആരോഗ്യം വേണമെങ്കിൽ ഞാൻ കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം. അതെ, ഞാൻ കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം. എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ എനിക്ക് എന്നെ ഹാപ്പി ആക്കണം. അതിന് എന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ ഇച്ചിരി ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് എന്റെ ഇഷ്ടം കണ്ടെത്തി അതിനുവേണ്ടി ഇച്ചിരി സമയം കണ്ടെത്തണം. ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവ് ആവാൻ പറ്റും. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഫിസിക്കലിയും മെന്റലിയും ഇത് ബാധകോ. ഇപ്പൊ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ പറയാം, എത്ര വീട്ടമ്മയാണെങ്കിലും ആ മക്കള് കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ആ രാവിലത്തെ ഫുഡ് രാവിലെ തന്നെ കഴിക്കണം. കാരണം ഇത് ബ്രെയിൻ ഫുഡാ. അത് 11 മണിയാക്കാന്ന് പറയുമ്പോൾ ഡിസോർഡർ ആയി. ഭാവിയിൽ പല രോഗങ്ങളും കടന്നുകൂടാൻ അത് കാരണം ദഹനപ്രക്രിയ, ഗട്ട് ഹെൽത്തിനൊക്കെ ഇത് ബാധിക്കും. അങ്ങനെ ബാധിച്ചു കഴിയുമ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ പെട്ടെന്ന് അതിന് വയസ്സായ ലുക്കിലേക്ക് എത്തും. അപ്പൊ ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ തന്നെ നമ്മൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ സമയം കണ്ടെത്തുക. അപ്പൊ അത് ഫിസിക്കൽ ഹെൽത്തിന്റെ ഭാഗമുണ്ട്. അല്ലാണ്ട് മെന്റലി നമ്മൾക്ക് ഞാൻ പറയാം നമ്മളെ സ്നേഹിക്കല് അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കല് എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെ വിചാരിച്ചേ നടക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ എന്തായാലും ഉണ്ടാവും അല്ലേ? അതിനുവേണ്ടി ഇച്ചിരി സമയം, ഇപ്പൊ എനിക്ക് പാടാനാ ഇഷ്ടമെങ്കിൽ ഞാനൊരു പാട്ട് പാടി കഴിയുമ്പോൾ കിട്ടുന്ന റിലാക്സ് വളരെ വലുതാ. ആ ഒരു റിലാക്സോടെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിനും സന്തോഷമാണ് അല്ലേ? നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റും. നമ്മൾ ബാഡായിട്ട് നമ്മുടെ ജോലിയും ചെയ്ത് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാത്തിനും നമുക്ക് ദേഷ്യമായിരിക്കും. അത് സെൽഫ് ലവ് കൂടുതൽ വന്നാല് അത് നമ്മുടെ കൂടെ ഉള്ളവർക്കും ഗുണം ചെയ്യും. അല്ലേ? അതെ. അപ്പൊ ഇത് ബാലൻസ് ആകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ വൈബ് പോസിറ്റീവ് ആകുകയും നമ്മളായിട്ട് ഇടപെടുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവ് ആകുകയും അവർക്ക് നമ്മളോട് ഇടപെടാൻ താല്പര്യം വരികയും അങ്ങനെ എല്ലാം നമുക്ക് ഒരു അനുകൂലമായിട്ട് വന്ന അവസ്ഥയിലോട്ടെത്തും. അപ്പൊ ഇത് കൃത്യം എന്ന് പറയണത് നമ്മളെ സ്നേഹിച്ചിട്ട് വേണം മറ്റുള്ളവർ സ്നേഹിക്കും. ആ രീതി തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കെല്ലാം ബാലൻസ് ആയിട്ട് വരണം. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഇന്നൊരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്തേക്കണം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ. കാരണം അറിഞ്ഞു ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഈ വീട്ടമ്മമാരെ പോലെ തന്നെ ഗൾഫിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബനാഥന്മാരും ഈ സെയിം കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അവര് കുടുംബത്തിന് വേണ്ടി അങ്ങനെ മരിച്ച് ജീവിക്കേണ്ടവരല്ല, അവർക്ക് വേണ്ടിയും കൂടി കുറച്ച് അവർക്ക് വേണ്ടി. അത് ഞാൻ ഒരു സ്റ്റാർട്ടിങ് ഒരു ബിഗിനർ സ്റ്റേജിൽ എല്ലാവരും അതിലൂടെ കടന്നു പോകണം. ജീവിതകാലം മുഴുവൻ അങ്ങനെ ഞാൻ പാടില്ല, ഒരു ബിഗിനർ സ്റ്റേജിൽ. അപ്പൊ അതാണ് ഉദ്ദേശം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇത്രയും സമയം സെൽഫ് ലവിനെ കുറിച്ച് നല്ല മനോഹരമായി തന്നെ ബെന്നി സാറ് സംസാരിച്ചു. ഇതുപോലുള്ള നല്ല നല്ല ആശയങ്ങളുമായി ഇനിയും നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.